നോക്കി നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓ, ദൈവത്തിന്റെ സ്നേഹം എത്ര അപാരമാണ്, ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യൻ ഇന്ന് അനുഭവിക്കുവാൻ കൊതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്നേഹം എന്നുള്ളത്. ഇന്ന് മനുഷ്യ സമൂഹത്തിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല എന്നുള്ളതാണ്. പഴയതുപോലെ ഭർത്താവിന് സ്നേഹമില്ലെന്നും, പഴയതുപോലെ ഭാര്യയ്ക്ക് സ്നേഹമില്ലെന്നും, മാതാപിതാക്കൾക്ക് സ്നേഹമില്ലെന്നും, മക്കൾക്ക് സ്നേഹമില്ലെന്നും, സഭാവിശ്വാസികൾക്ക് സ്നേഹമില്ലെന്നും, അയൽവാസികൾക്ക് സ്നേഹമില്ലെന്നും പരാതി പറഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയട്ടെ, ഇതിന്റെ അനന്തര ഫലമാണ്. എന്താണ്? ആത്മഹത്യയിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ആത്മഹത്യ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അക്ഷര കേരള സുന്ദര കേരളമെന്ന് ഞാനും നിങ്ങളും ആവർത്തിച്ചു പറയുന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ വെച്ച് നോക്കിയാൽ എത്രയോ ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിച്ചിട്ടുള്ള ചിലരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ കയർ കയ്യിലെടുത്തവര് എന്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. സാരിത്തലപ്പ് കയ്യിലെടുത്തവര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. വിഷക്കുപ്പികൾ കയ്യിലെടുത്തവര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ എന്തിന് ജീവിക്കുന്നു, മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചവര്. എന്നാൽ ഇന്ന് രാത്രിയിൽ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ അവരോട് ഓർപ്പിക്കട്ടെ, നശിപ്പിക്കരുത്, നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുത്. നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ ജീവിക്കണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ മനുഷ്യരാരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടുന്ന് സ്നേഹിക്കുന്ന ദൈവമാണ്. അതാണ് ഇന്ന് രാത്രിയിൽ നാം കേട്ടുകൊണ്ടിരുന്നത്. സ്നേഹിക്കുന്ന ഇടയൻ വിവരിക്കുന്നില്ല. ഈ സ്നേഹിക്കുന്ന ഇടയന്റെ സ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത നിബന്ധനയില്ലാത്ത സ്നേഹമാണ്. നമ്മുടെയൊക്കെ സ്നേഹത്തിന് നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? വിശ്വാസികൾക്കറിയാം. എന്നോട് മിണ്ടിയാൽ ഞാൻ അങ്ങോട്ട് മിണ്ടും, എനിക്ക് കൈ തന്നാൽ ഞാൻ അങ്ങോട്ട് കൈ കൊടുക്കും, എന്റെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് ആ വീട്ടിൽ നിന്ന് വന്നാൽ ഞാനും ആ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് പോകും, ഞങ്ങളുടെ സഭയുടെ യോഗത്തിന് ആ സഭയിൽ നിന്ന് ആളുകൾ വന്നാൽ ആ സഭയുടെ യോഗത്തിന് ഈ സഭയിൽ നിന്നും ആളുകൾ പോകും. ഇതാണ് നമ്മുടെ പ്രമാണം. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം. ഈ ശ്രേഷ്ഠ ഇടയന്റെ സ്നേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത നിബന്ധനയില്ലാത്ത സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ ഒരു വാക്യം എന്റെ വാത്സല്യ സഹോദരൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കുകയുണ്ടായി. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. ഇന്ന് രാത്രിയിൽ എന്റെ വാക്കുകളെ കേൾക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ആ സ്നേഹം ആർജിക്കുവാൻ നമുക്കെന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? ദൈവത്തിന്റെ ജനമാണല്ലോ ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും. ആ സ്നേഹം നമ്മിലേക്ക് ഒഴുകുവാൻ നമ്മളിൽ എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത്? റോമാലേഖനം 5-4 കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപികളായിരുന്നപ്പോൾ, അഭക്തരായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, ബലഹീനരായിരുന്നപ്പോൾ ഇതല്ലയോ നമുക്കുണ്ടായിരുന്ന യോഗ്യത. എന്നാൽ നമ്മുടെ അയോഗ്യത കണക്കിടാതെ വണ്ണം സ്നേഹത്തിന്റെ നിർഗള പ്രവാഹം എന്നിലും നിങ്ങളിലേക്കും ഒഴുകിയപ്പോൾ ആ സ്നേഹത്തിൽ ഞാനും നിങ്ങളും നിബന്ധനം ചെയ്യുകയാണ് ചെയ്തത്. ആ സ്നേഹം നിബന്ധനയില്ലാത്ത സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ സ്നേഹം കൊടുക്കുന്ന സ്നേഹം. സ്നേഹമല്ലേലും കൊടുക്കണമല്ലോ. ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ ആൽബർട്ട് സുനിൽ ഓർപ്പിച്ചതുപോലെ ഇത് വാഗൊണ്ടുള്ളതല്ലല്ലോ. നമ്മുടെയൊക്കെ നാട്ടിൽ പറയും അവൻ വാഗൊണ്ട് ഊട്ടുന്നവനാണെന്ന്. യേശുവിന്റെ സ്നേഹം അങ്ങനെയുള്ള സ്നേഹമല്ല. അത് കൊടുത്തു സ്നേഹിച്ചതാണ്, പ്രവൃത്തിയിലൂടെ സ്നേഹിച്ചതാണ്. എന്താണ് കൊടുത്ത് സ്നേഹിച്ചത്? 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തന്റെ ജീവനെ വെച്ചുകൊടുത്തതിനാൽ സ്നേഹമെന്ത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ചുരുക്കമായി പറയണമല്ലോ, ദൈവ സ്നേഹത്തിന്റെ പ്രദർശനമാണ് കാൽവരിയിലെ ക്രൂശ്. മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിത്യമായ നരകത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി കാൽവരിയിലെ കൊലമരത്തിലെ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ മനുഷ്യന്റെ പാപത്തെയും അവന്റെ ന്യായവിധിയെയും അനുഭവിച്ചുകൊണ്ട് എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് അലറി കരഞ്ഞുകൊണ്ട് ജീവനെ വെച്ചു തന്നത് യേശുവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലാണെന്ന് ഇന്നു രാത്രി പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം കൊടുക്കുന്ന സ്നേഹമാണ്. ജീവനെ കൊടുത്തുകൊണ്ട് സ്നേഹിച്ചു. ഈ സ്നേഹത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഈ സ്നേഹം അവസാനത്തോളമുള്ള സ്നേഹമാണ്.
പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യേശു തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം സ്നേഹിച്ചു. എത്ര വലിയ സ്നേഹമാ! ഒന്ന് ചിന്തിച്ചു നോക്ക്. അവസാനത്തോളം സ്നേഹിക്കുന്നവൻ, നിത്യതയോട് സ്നേഹിക്കുന്നവൻ, അതല്ലയോ യെരമ്യാവിന്റെ പ്രവചനത്തിൽ വായിക്കുന്നത്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഈ സ്നേഹം നിത്യമായ സ്നേഹം. സമയത്തിന്റെ പരിമിതിയുണ്ടെങ്കിലും എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചെറിയ ദൃഷ്ടാന്തമുണ്ട്. കാലങ്ങൾക്ക് മുൻപ് ബഹുമാന്യനായ ദൈവദാസൻ KG തോമാച്ചാന്റെ അനുജനൊരു KG കുര്യച്ചാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഐമനത്തുണ്ട്. അവരുടെ മക്കളിൽ ഒരു മകൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. അദ്ദേഹത്തിന്റെ പേര് ജെയിംസ് കുര്യൻ എന്നായിരുന്നു. BA ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലഡ് ക്യാൻസറിന് വിധേയനായി. വൈദ്യശാസ്ത്രം അദ്ദേഹത്തെ കൈവിട്ടു. വളരെ വേദന കടിച്ചമർത്തി വീട്ടിൽ കിടക്കുമ്പോൾ വേദനയ്ക്ക് ശമനം കിട്ടുവാൻ മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം വേദനയാൽ നിലവിളിക്കുന്ന സമയത്ത്, കരയുന്ന സമയത്ത് ഈ അമ്മയെന്ന് വൈമനത്തുണ്ട്. അമ്മ ചെന്ന് കുപ്പി നോക്കി വേദനയ്ക്കൽപ്പം ശമനം കിട്ടുവാൻ കൊടുത്തിരിക്കുന്ന മരുന്ന് കൊടുക്കുവാൻ വേണ്ടി. എന്നാ കുപ്പിയെടുത്തപ്പോൾ കുപ്പിക്കകത്ത് മരുന്നില്ല. എന്റെ മകനെ, കുപ്പിക്കകത്ത് മരുന്നില്ലല്ലോ എന്ന് ഈ അമ്മ പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, വേദനയിൽ പുളയുന്ന രംഗത്ത് പോലും ഈ അമ്മയോട് ഈ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മേ, കുപ്പിയിലെ മരുന്ന് തീർന്നു പോകും, എന്നാ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം ഒരു നാൾ തീർന്നു പോകുകയില്ല. ദൈവത്തിനു സ്തോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിബന്ധനയില്ലാത്ത സ്നേഹം, ജീവനെ തന്നുകൊണ്ടുള്ള സ്നേഹം, നിത്യതയോട് സ്നേഹിക്കുന്ന സ്നേഹം, ഈ സ്നേഹത്തിനായി ഒരുമിച്ച് വലത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സ്നേഹം എത്ര വലുതാണ്! സ്നേഹിക്കുന്ന ഇടയൻ. ഈ ഇടയന്റെ രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. ഈ ഇടയൻ അന്വേഷിക്കുന്ന ഇടയനാണ്. അന്വേഷിക്കുന്ന ഇടയനാണ് എന്ന് നമുക്ക് എങ്ങനെ കാണാം? അതിന്റെ 5-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗം ഒന്ന് നോക്കിയേ. ചോദ്യചിഹ്നമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി നടക്കാതിരിക്കുമോ? നോക്കി നടക്കാതിരിക്കുമോ? ഈ ഇടയന്റെ രണ്ടാമത്തെ പ്രത്യേകത അതാണ്, അന്വേഷിക്കുന്ന ഇടയൻ. ഒന്ന് സ്നേഹിക്കുന്ന ഇടയൻ, രണ്ട് അന്വേഷിക്കുന്ന ഇടയൻ. ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണേ, ആരെയാണ് ഇവിടെ അന്വേഷിക്കുന്നത്? നഷ്ടപ്പെട്ട ആടിനെയാണല്ലോ ഇവിടെ അന്വേഷിക്കുന്നത്. ഇന്ന് രാത്രി ഒരു വസ്തുത ഞാൻ ഓർപ്പിച്ചു. ഈ നഷ്ടപ്പെട്ട ആട് മനുഷ്യ സമൂഹത്തിന്റെ ചിത്രമാണ്. മനുഷ്യനെ ആടിനോട് ഉപമിച്ചുകൊണ്ട് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായി നാം വായിക്കുന്നുണ്ട്. വിശേഷാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം, ഇവിടെയെല്ലാം മനുഷ്യനെ ആടിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ പറയട്ടെ, അവിടെയെങ്ങും നായോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിന്റെ സ്വഭാവം വന്നാലും അതിനോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടില്ല, ആടിനോട് സദൃശ്യപ്പെടുത്തിക്കൊണ്ടാ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് മനുഷ്യനെ ആടിനോട് ഉപമിച്ചുകൊണ്ട് പറയാൻ കാരണം? വേഗത്തിൽ പറയണമല്ലോ. അതിന്റെ ഒരു കാരണം, തെറ്റിപ്പോകാൻ വളരെ എളുപ്പമുള്ള ഒരു ജീവിയാണ് ആട്. സംശയമുണ്ടോ? വളരെ എളുപ്പമാ ഇത് തെറ്റിപ്പോകാൻ. ഇന്ന് രാത്രിയിലൊന്ന് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ ചെന്ന്, നേരമുണ്ടെങ്കിൽ ബൈബിൾ ക്ലാസ്സിനൊക്കെ വന്നു കഴിഞ്ഞിട്ട് മതി, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന നായയെയും അവിടെ വളർത്തുന്ന ആടിനെയും കൂടെ ഒരു 2 കിലോമീറ്റർ അകലത്ത് കൊണ്ട് അങ്ങ് വിടുക. വിട്ടിട്ട് നിങ്ങൾ വേറെ കുറുക്കു വഴിയിലൂടെ ഇവ കാണാതെ വീട്ടിലേക്ക് വരികയാണ്. നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് മുൻപ് മുറ്റത്ത് ഈ നാ നിൽക്കുന്നത് കാണാം, ആട് നിൽക്കുന്നത് കാണുകയില്ല. അതെന്ത് സംഭവിച്ചു? ഓരോ പച്ചില കടിച്ച് അതങ്ങ് അകന്നുപോയി. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇതല്ലയോ മനുഷ്യന് സംഭവിച്ചത്? സൃഷ്ടാവും ഉടയവനുമായ ദൈവത്തിങ്കിൽ നിന്ന് പാപത്തിന്റെ പച്ചില കടിച്ച് ദൈവത്തെ വിട്ടകന്നുപോയി. ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് മനുഷ്യന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാ. ഇവിടുത്തെ ഭൗതികവാദികൾ എന്താ പഠിപ്പിക്കുന്നത്? മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം ഊണരിയും ഉടുതുണിയും പാർപ്പിടവും ജോലിയുമെന്ന. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളാ. പക്ഷെ ഇതൊന്നും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമല്ല.
ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് പരിഹരിക്കാവുന്നതേയുള്ളൂ. എന്നാൽ മനുഷ്യന്റെ ഈ അടിസ്ഥാന പ്രശ്നമുണ്ടല്ലോ, അത് ദൈവത്തെ നഷ്ടപ്പെട്ടതാണ്. എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, കേരളത്തിന്റെ 14 ജില്ലകളിലെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ഇന്ത്യ മഹാരാജ്യത്തിലെ 115 കോടി വരുന്ന ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് അവന് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ഈ ലോകത്തിലെ 750 കോടിയിൽ വരുന്ന ജനത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത് അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. ഇന്ന് രാത്രി 12 കീഴിലും പരിസരങ്ങളിലുമായി ഈ വാക്കുകളെ കേൾക്കുന്ന ജീവിതങ്ങളുടെ അനിശ്ചിതത്വത്തിന്റെയും അരാജകത്വത്തിന്റെയും കാരണം അവർക്ക് ദൈവത്തെ നഷ്ടപ്പെട്ടുവെന്നുള്ളതാണ്. അതാണ് ഈ ആട് സൂചിപ്പിക്കുന്നത്. ആടകന്നു പോകുക. ആടിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇതിന് മടങ്ങി വരാനുള്ള ബുദ്ധിയില്ല. അതുകൊണ്ടാണല്ലോ അന്വേഷിച്ചു പോയത്. മടങ്ങി വരാനുള്ള ബുദ്ധിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പാപനിമിത്തമായി ദൈവത്തിൽ നകന്നുപോയ മനുഷ്യന് മടങ്ങി വരുവാൻ ഒരു നിർവാഹവുമില്ല. ഒരു വാചകത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവനെ മടക്കി വരുത്തുവാൻ ഇവിടുത്തെ മതങ്ങൾക്കോ ഇസങ്ങൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ മതത്തിന്റെ കർമ്മകാണ്ഡങ്ങൾക്കോ ഒരിക്കലും കഴിയുകയില്ല ഈ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ. മനുഷ്യന്റെ അന്തരാത്മാവിന്റെ ദാഹം ശമിച്ച് അവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ ഈ ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ മടങ്ങി വരണം. അതാണല്ലോ 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ കോരകപുത്രന്മാര് പാടിയിരിക്കുന്നത്. എല്ലാവർക്കും നമുക്കറിയാവുന്ന വാക്യമാ, ചേർന്നെന്ന് പറയാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. ഞാനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ഓ, ഇന്ന് രാത്രി പ്രിയരെ, മനുഷ്യന്റെ അനിശ്ചിതത്വവും അരാജകത്വവും അവസാനിക്കണമെന്ന് വരിക.